ബ്രോ ഞാൻ ട്രിവാൻഡ്രമാണ് കേട്ടോ. ബ്രോ മലപ്പുറമാണല്ലേ? ബ്രോയിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൊല്ലത്ത് പഠിച്ചതാണ്. അവനും ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് 4 വർഷമായി. അപ്പോൾ എനിക്ക് ബ്രോയിനെ കാണുമ്പോൾ എനിക്ക് അവനെപ്പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദർശികമായിട്ട് ബ്രോയുടെ വീഡിയോ കണ്ടതാണ്. ഇപ്പം പലപ്പോഴും വീട്ടിൽ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ബ്രോയുടെ വീഡിയോനെ എടുത്ത് കാണുകയൊക്കെ ചെയ്യും. എന്തു പറയാനാണ്, സംസാര രീതി വേറെ എന്നുള്ളൂ, പക്ഷേ മുഖശാലൊക്കെ ഏകദേശം അവനെ പോലെ തന്നെ. അപ്പം എന്തായാലും ബ്രോയിനെ കണ്ടതിലും സംസാരിച്ചതിലും സന്തോഷമുണ്ട്. ബ്രോയ്ക്ക് ഞാൻ പലപ്പോഴും ഓർക്കും, ഈ മെസ്സേജ് നമ്മൾ അയക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ചിന്താതി ഉള്ളിലോട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞേ അതൊന്നും സാരില്ല ബ്രോ, നമ്മളൊക്കെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ബ്രോ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയത്, ഇങ്ങനെ അവരിത് ചോദിച്ചിരുന്നു ആ വോയിസിൻ്റെ ഇതിൽ. അപ്പോൾ ബാക്കി കേട്ടോ, ഈ വോയിസ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് ആകെ ചടച്ചടാ. ഞാൻ ട്രിവാൻഡ്രത്ത് ഈ തമിഴ്നാടും കേരളമൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലേസാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ കേരളത്ത് എൻ്റെ ചേച്ചി കെട്ടിച്ചത് കൊല്ലത്താണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ചെറുപ്രായത്തോടെ പഠിക്കാൻ വരുമ്പം എന്നെ കൂട്ടുകാരന്മാരുള്ളായിരുന്നു എൻ്റെ ക്ലാസ്സുകാരൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് തമിഴ് സ്ലാങ്ങൊക്കെ കയറി വരും. അപ്പം എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. അപ്പം ഞാൻ വല്ലാണ്ട് തളർന്നിരുന്ന സമയം, വല്ലാണ്ട് ഞാൻ തോറ്റുപോയെന്നുള്ള സമയം, എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ ഞാൻ തമിഴനാണ്, അതെന്ന് വെച്ചാൽ തമിഴ്നാട് സൈഡിലുള്ളതാണ്. ഈ സ്കൂളിലുള്ള എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ തന്നെ, കൊച്ചു പിള്ളേർ തന്നെ എന്നെ ആ ഒരു തോട്ടിലോട്ട് കൊണ്ടാക്കി. അപ്പം ആ ഒരു തോട്ടിൽ വന്നിട്ട് വീട്ടിൽ ഞാൻ എപ്പോഴും ചേച്ചിയോട് പോയി കരയാറുണ്ട്. എനിക്കിവിടെ സ്കൂൾ വേണ്ട, ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരയാറുണ്ട്. പക്ഷേ വീട്ടിലുള്ളവർ അതിനൊരു കളിക്കുന്ന ഒരു കൊച്ചു പിള്ളേരല്ലേ എന്നുള്ളൊരു ഇതിൽ വിട്ട്. പക്ഷെ അത്രയ്ക്ക് മാനസികാവസ്ഥയിൽ ഞാൻ കടന്നു പോയിട്ടും സ്കൂളിൽ ഞാൻ ഒറ്റയ്ക്കാവേണ്ട ഒരു, പക്ഷേ ഞാൻ തമിഴനല്ല, ഞാൻ മലയാളിയാണ്. പക്ഷെ എന്നാലും ആ തമിഴ്നാട്, ആ ഒരു സ്റ്റേറ്റ്, ട്രിവാൻഡ്രം ടു തമിഴ്നാട് ഒരു സ്റ്റേജിൽ വരുന്നൊരു സ്ഥലമാണത്. തോട്ട് എൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു സമയമായിരുന്നു അതൊക്കെ. പക്ഷെ അന്ന് അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്താണ്, ഒരുപാട് അവൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങളുടെ ഒരു പഠിക്കാൻ കയറുന്നത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടാണ് ഞങ്ങൾ പഠിക്കാൻ കയറുന്നത്. 7ാം ക്ലാസ് തൊട്ട്. അപ്പം ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായത്തിൽ എൻ്റെ ഒറ്റപ്പെടലും എൻ്റെ വേദനയും മനസ്സിലാക്കി എന്നെ എവിടെ പോയാലും ഫുഡ് കഴിക്കാനായാലും ശരി എന്നെ ആ സമയം കൂടെ ചേർത്ത് പിടിച്ചവനാണ്. പിന്നെ പലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ, എന്നുവെച്ചാൽ എൻ്റെ ചേച്ചിക്ക് മക്കളുണ്ട് എൻ്റെ പ്രായത്തിന്, എന്താ പറയുക, എൻ്റെ ഏജിനൊക്കെ എന്നെക്കാളും 1 വയസ്സിൻ്റെ താഴോട്ടും എൻ്റെ ചേച്ചിക്കും മക്കളുണ്ട്. അപ്പം എന്താ പറയാൻ, എല്ലാവർക്കും കൂടി രാവിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേച്ചിക്ക് അത് സമയമില്ലാത്തതുകൊണ്ട് ചേച്ചി ചില സമയങ്ങളൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തന്നുവിടും. അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആക്ച്വലി എൻ്റെ കൂട്ടുകാരന് ഗോതമ്പ് ദോശ ഇഷ്ടമല്ല. അത് ഞാൻ പിന്നീട് സഹകരിച്ചിട്ടാണ് അവരെ വീട്ടിൽ പോയതിനു ശേഷമൊക്കെയാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ കൊണ്ടുപോയത് കൊണ്ടാണ് അവന് ഗോതമ്പ് ദോശ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ട് അവൻ കൊണ്ടുവന്ന ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ മേടിച്ച് ആ സമയം ഞാൻ കഴിക്കില്ല, എനിക്കത് തോന്നില്ല. അപ്പം ഞാൻ അവൻ്റെ ഫുഡിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയ ഗോതമ്പ് ദോശ എന്നെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കൊണ്ടുപോയ ഗോതമ്പ് ദോശ വെച്ച് തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ കലക്കി കൊണ്ടുവന്നതാണ്. ആ ദോശേനെ കഴിച്ചിട്ട് ഞാൻ നിൻ്റെ ദോശ കഴിച്ചതല്ലേ. അപ്പം അത്രയ്ക്കും പിന്നെ സ്നേഹത്തോടെ നോക്കി ഒരുത്താൻ ഞാൻ എല്ലാ കാര്യത്തിലും ഞാനവനെ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അവൻ്റെ ഓരോ ആവശ്യവും, അവനൊരു അപകടമൊന്നും സംഭവിക്കാൻ പാടില്ല, അവനെ മറ്റുള്ളവരൊന്നും പറയാൻ പാടില്ല. എന്തൊക്കെയാണ് വന്നു പോയാലും ആർക്കും വേണ്ടിയിട്ട് അവനെ ഓരോ സ്ഥലത്ത് വിട്ടു കൊടുക്കാൻ പാടില്ല. അത് നല്ലതായിരുന്നാലും ശരി, ചീത്തയായിരുന്നാലും ശരി, ചീത്തയിനകത്ത് അവനെ മാറ്റണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാൻ ബ്രോ, ഞാൻ പോലും എക്സ്പേർട്ട് ചെയ്യാത്തൊരു സമയം
വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ അമ്മയുടെ കൂടെ ചായ കുടിച്ചിട്ടിരുന്നപ്പോൾ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എവറിബഡി ഡു ലൈക്ക് ദ സ്ട്രീം റൈറ്റ് നൗ. മുത്തേ ഞാൻ ചാറ്റൊക്കെ കാണുന്നുണ്ട്, ഇതെല്ലാരും ഒന്ന് കേൾക്കുക. അവൻ്റെ വീടിൻ്റെ മേളിൽ തന്നെ അവൻ്റെ റൂമിനകത്ത് വിഷ്ണു കിച്ചു മുത്ത എന്തെല്ലാം സുഖല്ലേ, ഫുഡൊക്കെ കഴിക്കുക, എന്താണ് പറഞ്ഞത്? എവറിബഡി ഡു ലൈക്ക് ദ സ്ട്രീം റൈറ്റ്. പറയാനും പറഞ്ഞിട്ട് അവരമ്മയോടത്ത് അവനെ ഹോളിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മേളിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ റൂമിനകത്ത് എല്ലാ ബർത്ത്ഡേക്ക് കേക്കും ബലൂൺസും എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്താ പറയാൻ. പക്ഷെ ഞാൻ അറിയുന്നില്ല അവൻ്റെ 2 കൂട്ടുകാരന്മാർ അവനെ താഴെ നിന്ന് വിളിച്ചിട്ട് പോകുന്ന കാര്യം. അവൻ പോവില്ല എന്നാണ്, അവൻ പോവാതിരുന്നവനാണെന്നാണ് അവരമ്മ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാടാന്നുകൊണ്ട് നിർബന്ധിച്ചിട്ട് അവനെ വിളിച്ചിട്ട് പോയിരുന്നു. പിന്നെ അവരമ്മയ്ക്ക് ഞാനും മേളിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ മനസ്സിനകത്ത് ഇവൻ പോയിട്ട് പോരുമല്ല, അപ്പം ജനോ മേളുണ്ടെന്ന് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിഞ്ഞു വന്നു. അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അവൻ്റെ ഡെത്ത് ഡേ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു നോക്കിയില്ല. അവൾ എൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് മാറാത്തൊരു പ്രയാസമാണ്. പലപ്പോഴും അവനെപ്പോലെ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സുകൊണ്ട് കരഞ്ഞു പോവും. പക്ഷെ നമ്മൾ റോട്ടിൽ പോകുന്ന എല്ലാവരുടെ അടുത്തും നമുക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. നമ്മളെ വിഷമവും നമ്മളെ കാര്യം അവരോട് പറയാനും പറ്റില്ലല്ലോ. അവരേത് രീതിക്ക് എടുക്കുമെന്ന് നമുക്കറിയില്ല. സത്യത്തിൽ അതുകൊണ്ടാണ് പലപ്പോഴും ബ്രോയിൻ്റെ വീഡിയോ കാണുമ്പോഴെല്ലാം ബ്രോയിനെ ഞാൻ ഫോളോ പോലും ചെയ്തില്ല. പക്ഷെ ബ്രോയുടെ വീഡിയോയിൽ സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും എനിക്ക് അവൻ്റെ ഓർമ്മ വരുമ്പോൾ ബ്രോ സംസാരിക്കുന്ന ആ വീഡിയോസിനെ അടുത്തടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് പറയാൻ. ശരി, ബ്രോയിൻ്റെ വിഷമം പറഞ്ഞ് ഞാൻ ബ്രോയിനെ വിഷമിപ്പിക്കുന്നില്ല. ഇവിടെയൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു. പിന്നെ മോഡലിങ്ങിൽ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് അടിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ പപ്പ മരിച്ചു. പിന്നെ ഞാൻ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സീരിയസ്ലി ഞാൻ പറയുമ്പോഴത്തേക്ക് ഈ കാര്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടിരിക്കുമല്ലേ. ഐ തിങ്ക് എന്ത് പറയാനാ ബ്രോ. അങ്ങനെ ഇവിടെ മഴയും കാര്യവും അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇപ്പോഴത്തേക്ക് എൻ്റെ ഒരു ആശ്വാസം എൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവൻ മേലെ അവിടെ എല്ലാം സെറ്റ് ചെയ്യണം. ഫ്രണ്ടിനെ 2 കമ്പനിക്കാരെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ബർത്ത്ഡേ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബീറൊക്കെ അടിച്ച് ബീറും സാധനമൊക്കെ അടിച്ച്. ഇവനും ത്രിബിളായിരുന്നു വണ്ടി. കൊല്ലത്താണ്, ബീച്ചിൻ്റെ ഹൈവേൻ്റെ സൈഡിലുള്ള മറ്റേ സ്പോട്ട് ലൈറ്റിൻ്റെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി ഇടിച്ച് ഇവന് മടിയിൽ, അവൻ്റെ തല മടിയിൽ വെച്ച് നോക്കുമ്പോൾ കണ്ണില്ലല്ലോ. മനസ്സിലായ? കണ്ണില്ല ആ ആൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക അവൻ്റെ അവസ്ഥ. കാരണം അവന് വേറെ ആരും ഇല്ല. അവൻ്റെ അത്രയും കട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, നമ്മളെ ചങ്ക് എന്ന് പറഞ്ഞ ഫ്രണ്ട് ബർത്ത്ഡേ തന്നെ അന്ന് മരിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആക്സിഡൻറ്റിൽ. ദാറ്റ്സ് ഇറ്റ് ബ്രോ, ദാറ്റ്സ് ഇറ്റ്. ഇത് കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഞാൻ ഷോക്കായിടാം അത് കേട്ടപ്പോൾ. കാരണം ഒന്ന് ചിന്തിച്ച് നോക്ക്, നമുക്കിപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും.